നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതികളായവരുടെയും ആരോപണ വിധേയരുടെയും മൊഴികൾ രേഖപ്പെടുത്താൻ ഒരുങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനടക്കം 12 പേർക്ക് നോട്ടീസ് അയക്കാനാണ് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഇഡിയുടെ നീക്കം. കേസിൽ വിശദമായ ചോദ്യം ചെയ്യലിന് തന്നെയാണ് ഇഡി ഒരുങ്ങുന്നത്. എന്നാൽ കടകംപള്ളിയെ 2 ആഴ്ച കഴിഞ്ഞ് മാത്രമേ ചോദ്യം ചെയ്യൂ എന്നാണ് അറിയാനാകുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി, കർണാടകയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ, ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു എന്നിവരെയായിരിക്കും ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യുക. സാക്ഷികൾക്ക് നൽകുന്ന സമൻസ് ആയിരിക്കും കടകംപള്ളി സുരേന്ദ്രന് നൽകുക. പ്രതികളുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് കടകംപള്ളി സുരേന്ദ്രനെയും വിളിച്ചു വരുത്തും. കടകംപള്ളിയുടെയും കുടുംബാംഗങ്ങളുടെയും വിശദാംശങ്ങളും ബാങ്ക് വിവരങ്ങളുമടക്കം അന്വേഷണ സംഘം പരിശോധിക്കും. ഭാര്യയുടെ അക്കൗണ്ടിലെ പണവും അതിന്റെ സോഴ്സുമടക്കം മന്ത്രി വിശദീകരിക്കേണ്ടി വരും. എന്നാൽ ചോദ്യം ചെയ്യാനുള്ളവരുടെ പട്ടികയിൽ തന്ത്രി കണ്ഠരര് രാജീവര് ഉൾപ്പെടുന്നില്ല. കണ്ഠരര് രാജീവരനെതിരെ പ്രത്യേക അന്വേഷണ സംഘം ചുമത്തിയത് വിശ്വാസപരമായ കുറ്റങ്ങളാണ്. ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ കണ്ഠരര് രാജീവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ. ദൈവഹിതമില്ലാതെ കട്ടളപ്പാളിയും ദ്വാരപാലക ശില്പവും കൊണ്ടുപോകാൻ അനുമതി നൽകി എന്നതാണ് കുറ്റം. അതിനിടെ കേസുമായി ബന്ധപ്പെട്ട് വിവിധയിടങ്ങളിൽ ഇഡി നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത രേഖകളിൽ വ്യക്തത തേടി പ്രതികൾക്കും സ്ഥാപനങ്ങൾക്കും ഇഡി നോട്ടീസ് അയച്ചു. ഈ നോട്ടീസുകൾക്ക് മറുപടി കിട്ടിയ ശേഷമായിരിക്കും തുടർ നടപടികൾ. ശബരിമല സന്നിധാനത്തെ ശ്രീകോവിൽ കട്ടളപ്പാളിയിലും ദ്വാരപാലക ശില്പങ്ങളിലും പതിപ്പിച്ചിരുന്ന സ്വർണത്തിൽ തിരിമറി നടത്തിയെന്നതാണ് കേസ്. ഏകദേശം 4.54 കിലോ സ്വർണത്തിന്റെ കുറവുണ്ടായതായിട്ടാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത്. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലായി 21 കേന്ദ്രങ്ങളിൽ ഇഡി അടുത്തയിടെ തന്നെ റെയ്ഡ് നടത്തിയിരുന്നു. ഇതിൽ പിടിച്ചെടുത്ത രേഖകളിൽ വ്യക്തത വരുത്താൻ ബന്ധപ്പെട്ടവർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാർ, KP ശങ്കരദാസ് എന്നിവർ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 6ാം പ്രതിയായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S ശ്രീകുമാറിന് കഴിഞ്ഞ ദിവസം കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രന് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്നും സ്വർണം കടത്തിയതിലൂടെ ലഭിച്ച കള്ളപ്പണം എവിടെയൊക്കെ എത്തി എന്നതുമാണ് ഇഡി പ്രധാനമായും പരിശോധിക്കുക. ചെന്നൈ ആസ്ഥാനമായ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനമാണ് സ്വർണം പൊതിയുന്ന കരാർ ഏറ്റെടുത്തിരുന്നത്. ഇതിൽ വലിയ തോതിലുള്ള സ്വർണത്തിന്റെ കുറവുണ്ടായി എന്നും സാമ്പത്തിക തിരിമറി നടന്നു എന്നുമാണ് ആരോപണം. ശ്രീകോവിൽ സ്വർണം പൊതിയുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ നിന്ന് ലഭിച്ച പണം രാഷ്ട്രീയ ഉന്നതരിലേക്കും ദേവസ്വം ഉദ്യോഗസ്ഥരിലേക്കും എത്തി എന്നതാണ് പ്രധാന സംശയം. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ഇപ്പോൾ നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ദേവസ്വം വിജിലൻസും ക്രൈംബ്രാഞ്ചും നേരത്തെ തന്നെ ഈ കേസ് അന്വേഷിച്ചിരുന്നുവെങ്കിലും സ്വർണത്തിന്റെ അളവിൽ വന്ന കുറവ് സംബന്ധിച്ച് കൃത്യമായ കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ കേന്ദ്ര ഏജൻസിയായ ഇഡി കേസ് ഏറ്റെടുത്തതോടുകൂടി ഉന്നത രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ നിഴലിലായിരിക്കുകയാണ്.